നമ്മൾ ബീഹാറിലേക്കാണെന്ന് പോകുന്നത്. ഒരു പരീക്ഷാ പേപ്പർ അതിൻ്റെ മൂല്യനിർണ്ണയം നടക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഈ ഔദ്യോഗിക കൃത്യത്തിനിടയിൽ റീൽസ് ഉണ്ടാക്കുന്ന പൊല്ലാപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു ടീച്ചറും ആ പൊല്ലാപ്പ് പിടിച്ചു. ദൃശ്യങ്ങൾ കാണാം. അനഘ പ്രകാശുണ്ട്. അനഘ, ഈ റീൽസ് ഉണ്ടാക്കുന്ന നാള് KSRTC കർണാടകയിൽ ബസ് ഓടിക്കുമ്പോൾ റീൽസ് ഉണ്ടാക്കി അവർക്ക് പണി കിട്ടിയിരുന്നു. ഈ പരീക്ഷാ പേപ്പറിൻ്റെ അത് മൂല്യനിർണ്ണയം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്രയോ കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. അതിനിടയിൽ റീൽസ് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അവർ മാർക്കിടണം കണ്ടാൽ സത്യത്തിൽ ഞെട്ടിപ്പോകും അല്ലേ? അതെ ദിവിഷ്, ശരിക്കും പറഞ്ഞാൽ ഒരു അധ്യാപിക എങ്ങനെ ആകരുത് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇപ്പോൾ കണ്ടത്. ഇത് നടക്കുന്നത് ബീഹാറിലാണ്. ബീഹാറിലെ പാടലിപുത്ര സർവകലാശാലയുടെ പരീക്ഷാ മൂല്യനിർണ്ണയത്തിനിടയ്ക്കാണ് ഈ അധ്യാപിക ഇങ്ങനെ പരീക്ഷ ഇത് ചെക്ക് ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ അത് റീലായി എടുക്കുകയും അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ അധ്യാപികയ്ക്കെതിരെ നടപടിയൊക്കെ എടുത്തിട്ടുണ്ട്, ഡിബാർ ചെയ്തു, FIR ഒക്കെ ചുമത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് മറ്റൊരാൾ എടുത്തൊരു വീഡിയോ അല്ല, അധ്യാപിക തന്നെ സ്വയം പൂർണ്ണ ബോധ്യത്തോടു കൂടി എടുത്തൊരു വീഡിയോ ആണ് അത്. അവർ പിന്നെ അത് ഒട്ടും ചിന്തിക്കാതെ അവരത് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പോസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ താൻ ചെയ്തതിൻ്റെ ഒരു തെറ്റിനെ പറ്റി ഒട്ടും ബോധവതിയല്ല അധ്യാപിക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് മാത്രവുമല്ല, നമുക്ക് അത് വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമാണ്. അവരത് ആ പേപ്പർ നോക്കുന്നത് ഒരു നിമിഷം പോലും, ഒരു വരികളിലൂടെ പോലും അവർ വായിക്കുന്നില്ല. ആ പേപ്പർ വെറുതെ അങ്ങ് മാർക്ക് ചെയ്ത് പോവുകയാണ്. ഒരു വളരെ 10 സെക്കൻഡുള്ളിൽ തന്നെ ഒരു പേപ്പർ ഫുള്ള് നോക്കിക്കഴിഞ്ഞ് ആ ഫേസിംഗ് ഷീറ്റിൽ മാർക്ക് വിടുകയാണ് അധ്യാപിക. ഞാൻ ആ വിദ്യാർത്ഥിയുടെ അവസ്ഥയാണ് ദിവിഷ് ആലോചിച്ച് പോകുന്നത്. കാരണം നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് ഒരു പരീക്ഷയൊക്കെ എഴുതുന്നത്. അതും ഒരു സർവകലാശാല പരീക്ഷയുടെ പേപ്പറാണെന്നുള്ളതാണ് ഏറ്റവും ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം. അപ്പോൾ ഈ അധ്യാപിക തന്നെ ഇത്ര ശ്രദ്ധയില്ലാതെ എടുക്കുമ്പോൾ ആ വിദ്യാർത്ഥിയുടെ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിദ്യാർത്ഥി ആയിരിക്കില്ലല്ലോ എന്തായാലും, ഇവർ മറ്റൊരു റീലും ഇതുപോലെ തന്നെ വേറൊരു ദിവസവും ഇതുപോലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും എക്സാം ഹാൾ, ആ പരീക്ഷാ മൂല്യനിർണ്ണയം നടക്കുന്ന ഹാളിൽ നിന്ന് തന്നെയാണ് ഈ വീഡിയോ ചിത്രീകരിക്കുന്നതുള്ളതാണ്. വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ ഔദ്യോഗിക കാര്യങ്ങളിൽ ഈ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇടാനുള്ള ഫോട്ടോ റീൽ എടുക്കുക, അല്ലെങ്കിൽ അതിലോട്ടൊക്കെ ശ്രദ്ധ പോകുക എന്ന് പറയുന്നത് അതൊരു അധ്യാപികയാണ് എന്നുള്ളതാണ്. നമ്മൾ പല മേഖലകളിലും ഇത് കാണുന്നുണ്ട്. അധ്യാപകർ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് കൂടി പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ്. അവർ തന്നെ ഇത് ചെയ്യുന്നു എന്നത് വലിയ അബദ്ധമാണ്. പിന്നെ ഈ 10 മാർക്ക് കിട്ടേണ്ടവന് 2 മാർക്കും 2 മാർക്ക് കിട്ടേണ്ടവന് 10 മാർക്കും ആണോ ഇട്ട് കൊടുക്കുന്നതെന്നും അറിയില്ല. എന്തായാലും എത്രയോ കുട്ടികളുടെ ഭാവി ആ ടീച്ചറുടെ കയ്യിലൂടെ പോയിട്ടുണ്ടാകും. ആ ടീച്ചറും തെറ്റ് തിരുത്തട്ടെ അല്ലേ? ശരി അനഘ.